കേരള ക്രൈസ്തവ സഭയുടെ തന്നെ ചരിത്ര പ്രസിദ്ധമായ പൗരാണികമായ പള്ളിയുടെ ചരിത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ അതിവിശുദ്ധമായ തിരുശേഷിപ്പാണ് വിശുദ്ധമായ ഈ കുരിശ്. തോമസ് ലീഗ സ്വകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതായി വിശ്വസിച്ചു പോരുന്ന ഈ കുരിശിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ണോടിക്കുക. ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഗ AD 52 കേരളത്തിൽ വരികയും 7 ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിലൊന്നാണ് കോക്കമംഗലം. തോമസ് ലീഗ ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് യേശുവിനെ അനുസ്മരിക്കാൻ രക്ഷാകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുരിശ്, മരക്കുരിശ് സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ കുരിശ് എങ്ങനെയോ മതവിരോധികളാൽ ഒരുപക്ഷെ പ്രകൃതിക്ഷോഭത്താൽ കായലിലേക്ക് എറിയപ്പെടുകയും അത് പിന്നീട് മാട്ടേൽ എന്ന തുരുത്തിൽ അടിയുകയും ചെയ്തതായാണ് ചരിത്രം. ഇവിടെ പുല്ല് ചെത്തുവാൻ വന്ന സ്ത്രീകൾ അവരറിയാതെ ഒരു മര കഷ്ണം അരിഞ്ഞ് പോകുന്നതിനിടയാകുകയും ചെയ്തു. അത് ഈ കുരിശായിരുന്നു. ഈ കുരിശ് അരിഞ്ഞു പോയ സമയത്ത് അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ കുരിശിൽ നിന്ന്, ആ മരകഷ്ണത്തിൽ നിന്ന് രക്തം വാർന്നൊഴി. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യമായിരുന്നു. ഇതിന്റെ വാമൊഴിയായി പലരും കേൾക്കാൻ തുടങ്ങി. അനേകം പേർ അവിടെ എത്തിച്ചേർന്നു. ആ കുരിശ് തിരിച്ചറിഞ്ഞു തോമസ് ലീഗയുടെ കുരിശാണ്. ചരിത്രത്തിൽ തന്നെ കുരിശിൽ നിന്ന്, മരക്കുരിശിൽ നിന്ന് രക്തം വാർന്നൊഴുകി എന്ന് പറയപ്പെടുന്ന അത്ഭുതകരമായ സംഭവമാണിത്. ഈ സ്ഥലത്താണ് ഇന്ന് മാട്ടയിൽ മാർത്തോമ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കുരിശ് പിന്നീട് ഈ മാട്ടയിൽ തുരുത്തിൽ നിന്ന് മറുകരയിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. വിശ്വാസികൾ ഇവിടേക്ക് വരുവാൻ തുടങ്ങി. കുരിശിന്റെ അത്ഭുതകരമായ വിശേഷങ്ങൾ മനസ്സിലാക്കി ഈ കുരിശിന്റെ പല ഭാഗങ്ങളും പലരും നടത്തിക്കൊണ്ടുപോകാൻ തുടങ്ങി. അത് വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചാൽ രോഗങ്ങൾ മാറുന്ന അത്ഭുതകരമായ സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഈ കുരിശുപുര സ്ഥാപിച്ചിരുന്ന സ്ഥലം, അതുകൊണ്ടാണ് ആദ്യം കുരിശ് സ്ഥാപിച്ച ഈ സ്ഥലത്തെ കുരിശുപുര എന്ന് പറയുന്നത്. പള്ളി ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ഒരു നാമമാണ് കുരിശുപുര എന്നുള്ളത്. ഇവിടെ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായപ്പോൾ 3-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഇപ്പോൾ നിലവിലുള്ള സ്ഥലത്ത് പള്ളി സ്ഥാപിക്കുകയാണ് ചെയ്തത്. പള്ളി പുറത്ത് സ്ഥാപിച്ചു. അതിനെ പള്ളിപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കുരിശിന്റെ സവിശേഷത, ഈ കുരിശിന്റെ പൂർണ്ണ രൂപത്തിൽ എടുക്കുമ്പോഴാണ് അതൊരു മെഡൽ ക്രോസ് ആണ്. ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സമൂഹം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ മെഡൽ ക്രോസ് പോലെയുള്ള കുരിശുകളാണ് വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. ഇതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള കുരിശ് മിക്കവാറും ഏറ്റവും പുരാതന ദേവാലയങ്ങളുടെ മധുബായിക്ക് മുകളിൽ പുറത്ത് കാണാവുന്ന രീതിയിൽ തോറയുടെ മുകളിൽ കാണാവുന്നതാണ്. 13 ഇഞ്ചോളം നീളവും 8 ഇഞ്ചോളം വീതിയുമുള്ള കടുപ്പമുള്ള ഒരു പലകയിലാണ് ഈ കുരിശ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ പുരാതന ശിലയുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. നീളത്തിലുള്ള ഒരു പാറകഷ്ണം, അതിന്റെ 2 വശങ്ങളിലുമാണ് ഈ കുരിശിന്റെ പൂർണ്ണ രൂപത്തിലുള്ള കുരിശ് കൊത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുരിശായിട്ട്, മിറക്കിൾ ക്രോസ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ഈ കുരിശിൽ നിന്ന് വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് കുരിശിന്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ കുരിശിനാൽ നിങ്ങൾ എല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുരിശിന്റെ അടയാളത്താൽ നമ്മളെ ഒരു ശത്രുവും പൈശാചിക ശക്തിയും ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു.